ഇന്നുണ്ടല്ലോ നമ്മളൊരു യാത്ര പോവാണ്. ഇന്ത്യയിലെ ഏറ്റവും തെക്കറ്റത്തുള്ള കന്യാകുമാരിയിലേക്കാണ് യാത്ര. പുലർച്ചെ രാവിലെ 6:30 നമ്മൾ കായംകുളത്തുനിന്ന് കയറി ഒരു 12:30 നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല വിശപ്പായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഗാന്ധി മ്യൂസിയത്തിലേക്കാണ്. മഹാത്മാഗാന്ധിജി കന്യാകുമാരി വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ പ്ലേസിലെ ഗാന്ധി മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ പോയത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 മണിക്കാണ് നമ്മുടെ ഫെറി. ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോലും ഏകദേശം 1 മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. 1892 ഡിസംബർ 25, 26, 27 തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തി കടന്ന് ഈ പാറപ്പുറത്ത് 3 ദിവസം മെഡിറ്റേറ്റ് ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് 1970 ബേലൂർ മഠത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു മെമ്മോറിയൽ നിർമ്മിച്ചത്. ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഇതിലേക്കൂടെ നമുക്ക് താഴത്തെ കടലൊക്കെ കാണാൻ പറ്റും. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുമാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു റോക്കില് തമിഴ് കവി തിരുവള്ളൂരിന്റെ ഒരു വലിയൊരു ശില്പമുണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇനി ഇതിന്റെ രാത്രി ഭംഗി കാണണമെങ്കിൽ നമ്മൾ കരയിൽ നോക്കണം. എന്താ ഭംഗി!